ADGP RSS കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി RSS നേതാവ് A. ജയകുമാർ. ADGP RSS നേതാക്കളെ കാണുന്നത് ആദ്യമായല്ലെന്നും സ്വകാര്യ സന്ദർശനങ്ങൾ RSSന്റെ പതിവ് രീതിയാണെന്നും A. ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. IAS IPS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ വരെ RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച ഇനിയും തുടരുമെന്നും A. ജയകുമാർ പറയുന്നു. സമ്പർക്ക പ്രമുഖാണ്, വിശേഷാൽ സമ്പർക്ക പ്രമുഖാണ് A. ജയകുമാർ. വിവരങ്ങളുമായി റിനു സീധർ നമുക്കൊപ്പം ചേരും. റിനു സീധർ, ഇതാദ്യമായിട്ടാണ് വിശേഷ സമ്പർക്ക പ്രമുഖായ നമ്മുടെ ജയകുമാർ പ്രതികരണം നടത്തുന്നത്. ഈ ജയകുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇതാദ്യമായിട്ടല്ല ADGP RSS നേതാക്കളെ കണ്ടത് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ടോ? ഇത്തരം സ്വകാര്യ സന്ദർശനങ്ങൾ RSSന്റെ ഒരു പതിവ് രീതിയാണെന്നും ഈ IAS IPS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ വരെ RSS നേതാക്കളെ കാണുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് സാധ്യതയില്ലെന്നുമാണോ പറയുന്നത്? എന്താണ് ജയകുമാർ പറയുന്നത്? അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് ADGPയുടെ ആദ്യത്തെ സന്ദർശനമല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ADGP MR അജിത് കുമാർ ഈ BJP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതിനെ ന്യായീകരിച്ചാണ് ആ കൂടിക്കാഴ്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്ന RSS നേതാവായിട്ടുള്ള A. ജയകുമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ ഒരു മുതിർന്ന അധികാരികളെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ കാണാറുണ്ട്. അതിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഒപ്പം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ADGP RSSന്റെ അധികാരിയെ കാണാൻ വേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. സിവിൽ സർവീസിൽ തുടരുന്ന എത്രയോ IPSകാരും IASകാരും എന്തിനേറെ ചീഫ് സെക്രട്ടറിമാർ വരെ RSS നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. ഇതിൽ നിരവധി പേർ RSS കാര്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണ്. ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നാടിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി RSSന്റെ പങ്ക് നിർവഹിക്കുവാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടത്താറുള്ളത് എന്നുള്ളതും, അതായത് ഇത് ഒരു സ്ഥിരം സന്ദർശനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്യലുമായി അല്ലെങ്കിൽ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള നോട്ടീസും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം NB ആയി തന്നെ പറയുന്നത് സമ്പർക്ക് പ്രമുഖ എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരും എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. നോട്ടീസ് കിട്ടിയാലും, അതായത് ഈ മൊഴിയെടുക്കുന്നതിന് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ A. ജയകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പ്രതികരണം നടത്തി രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺകുമാർ, ആദ്യത്തെ പ്രതികരണമാണിത് ജയകുമാറിന്റെ. പക്ഷേ റിനു, നമ്മളോട് ആദ്യഘട്ടത്തിൽ ഈ ADGP ഇന്റലിജൻസിന് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ MR അജിത് കുമാർ പറഞ്ഞതായി മനസ്സിലാക്കുന്നത് ഈ ജയകുമാർ തൻ്റെ സുഹൃത്താണ്, അദ്ദേഹം അവർ ബാച്ച്മേറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ A. ജയകുമാറും MR അജിത് കുമാറും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ബാച്ച്മേറ്റായ ജയകുമാറിനെ കാണാൻ വേണ്ടിയാണ് തൃശ്ശൂരിൽ എത്തിയത്. അവിടെ വെച്ച് ജയകുമാറിൻ്റെ കാറിലാണ് ദത്താത്രേയ ഹൊസബളയെ കാണാൻ വേണ്ടി പാറമേക്കാവിലേക്ക് പോകുന്നതും. അപ്പോൾ സുഹൃത്തിനെ കാണാൻ പോയി എന്നൊരു കാര്യമാണ് പറഞ്ഞത്. RSS നേതാവിനെ നേരിട്ട് കാണാൻ പോയി എന്ന് നേരത്തെ MR അജിത് കുമാർ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ജയകുമാർ ഈ IPS ഉദ്യോഗസ്ഥരെ ഇതേപോലെ RSS നേതൃത്വവുമായി ചേർക്കുന്ന ഒരു കണ്ണിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയും അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ റിനു? അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് രഹസ്യമായ സന്ദർശനമൊന്നുമല്ല. IAS IPS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ RSSകാരെ കാണാൻ വരും. അതിന് ഇടനിലക്കാരനായി നിൽക്കുന്നയാളാണ് ഈ A. ജയകുമാർ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പദവിയുടെ പേര് തന്നെ വിശേഷാൽ സമ്പർക്ക പ്രമുഖ എന്നാണ് എന്ന് തോന്നുന്നു, അല്ലേ റിനു? തീർച്ചയായും അരുൺകുമാർ, കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു PR-നെ പോലെ ഇടപെടുന്ന ഒരാളാണ് ജയകുമാർ എന്നുള്ളതാണ് നമുക്കറിയാം. നേമത്തുൾപ്പെടെ ഒ. രാജഗോപാലിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹമായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി തൃശ്ശൂരിൽ ചുക്കാൻ പിടിച്ചതും A. ജയകുമാറാണ് എന്നുള്ളതാണ്. ഈ ADGP കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയപ്പോൾ DGPയോട് പറഞ്ഞത് പരിചയപ്പെടാൻ പോയി എന്നുള്ളതാണ്. അതായത് ഈ RSS നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെയും അതുപോലെ തന്നെ റാം മാധവിനെയും പരിചയപ്പെടാൻ
കാണാൻ വേണ്ടി പോയി എന്നുള്ളൊരു കാര്യമാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹം ഇതൊരു അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ ഈ ജയകുമാർ തൻ്റെ പരിചയക്കാരനാണ്, സുഹൃത്താണ്. ജയകുമാറിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. തുടർന്ന് ജയകുമാറിനൊപ്പം ഈ RSS നേതാവുമായി പരിചയപ്പെട്ടു, കണ്ടു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഇതിൽ മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനം വേണ്ട എന്നുള്ളത് തന്നെയാണ് ADGP മൊഴിയായിട്ട് നൽകിയിരിക്കുന്നതും. എന്തായാലും തൻ്റെ സുഹൃത്താണ്, തൻ്റെ സുഹൃത്തുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നുള്ളതാണ് ADGP പറയുന്നത്. ആ രീതിയിൽ ADGPയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ A ജയകുമാറും എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രീതിയിലും ഇതിലൊരു സംശയിക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ടല്ല ഒരു ADGPയോ IAS ഉദ്യോഗസ്ഥനോ IPS ഉദ്യോഗസ്ഥനോ ഇത്തരത്തിൽ RSS നേതാക്കളെ കാണുന്നത്. നിരവധി തവണ ഇതിനു മുമ്പും ചീഫ് സെക്രട്ടറിമാരടക്കം RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഇത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മേഖലകളിലെ സംസ്ഥാനത്തിൻ്റെ അടക്കമുള്ള വികസനോന്മുഖ കാര്യങ്ങൾക്ക് വഴിവെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ന്യായീകരണമായി ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഈ കൂടിക്കാഴ്ച ഇനി തുടരും എന്നുള്ളതാണ്. ഒപ്പം നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം, അതായത് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ വഴിയെ മനസ്സിലാവും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, A ജയകുമാർ പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ വിജ്ഞാൻ ഭാരതി എന്ന് പറയുന്ന RSSന്റെ ഒരു പോഷക സംഘടനയുടെ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹത്തിന്റെ RSSലെ പദവി തന്നെ വിശേഷാൽ സമ്പർക്ക പ്രമുഖ എന്നുള്ളതാണ്. അതായത് VIP-കളുമായിട്ട് RSSനെ അടുപ്പിക്കുക, അവരുടെ ഈ ഉദ്യോഗസ്ഥരെ RSSന്റെ നയങ്ങളിലേക്ക് ചേർക്കുക, അതുമായി ബന്ധപ്പെട്ട് അവരിൽ ആശയപരിവർത്തനം നടത്താൻ വേണ്ടി RSS തന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരു PRO ആണ്. ഏതൊക്കെ PRO തന്നെയാണ് ഈ A ജയകുമാർ. ആ അർത്ഥത്തിലാണ് ഈ നേതാക്കളെ RSSന്റെ നേതാക്കളുമായിട്ട് ബന്ധിപ്പിക്കുന്നതും അതേപോലെ മറ്റു വളരെ പ്രധാനപ്പെട്ട പ്രമുഖരെയെല്ലാം RSSുമായിട്ട് അടുപ്പിക്കുന്നതും ഈ A ജയകുമാറാണ്. A ജയകുമാറിൻ്റെ ആ പണി അതാണ് എന്ന് ജയകുമാർ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിനകത്ത് വലിയ രഹസ്യമൊന്നുമില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ IAS ഓഫീസർമാർ, IPS ഉദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറി തലത്തിലുള്ളവരൊക്കെ തന്നെ ഈ RSSന്റെ നേതാക്കളെ കണ്ടിട്ടുണ്ട്. അതിന് താൻ ഇടനിലക്കാരനായി എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. തുറന്നു പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് ആരൊക്കെ പോയി കണ്ടു, എന്തിനൊക്കെ പോയി കണ്ടു തുടങ്ങിയ കാര്യങ്ങൾ പൊതുജനം അറിയണ്ടേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്.